അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ഇലാ യൗമിദ്ദീൻ. വേദിയിലെ അഭിവന്ദ്യ സാന്നിധ്യമായ നമ്മുടെയൊക്കെ അഭിമാനവും മാതൃകയുമായ ഉസ്താദ് ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്വി ഇവിടെ ആമുഖ ഭാഷണം നടത്തിയ ഇർഷാദ് കുഴിഞ്ഞളം, അതോടൊപ്പം ആശംസ അർപ്പിച്ച ബഹുമാന്യനായ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, ബഹുമാന്യനായ ഷരീഫ് സാഹിബ് കുറ്റൂർ, ബഹുമാന്യനായ അധ്യക്ഷൻ ഷാഫി ഹാജി, അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള വേദിയിലെ CA തൊയ്യബ് ഫൈസി ഉൾപ്പെടെയുള്ള നേതാക്കൾ, പണ്ഡിതന്മാർ, സ്നേഹമുള്ള ദാറുൽ ഹുദയുടെ PG വിദ്യാർത്ഥികളായിട്ടുള്ള വിദ്യാർത്ഥി സഹോദരന്മാർ, വളരെ സുദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ സാഹചര്യമില്ലാത്ത വിധം സമയത്തിൻ്റെ പരിമിതിയും അതോടൊപ്പം ബഹുമാന്യനായ ഷരീഫ് കുറ്റൂരിൻ്റെ പ്രസംഗം ഈ വിഷയകമായി വളരെ കൂടുതൽ കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടും ഞാൻ വളരെ കുറച്ചു നേരം മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ബഹുമാന്യനായ ഉസ്താദ് സൂചിപ്പിച്ച പോലെ ഈ അനുഗ്രഹീതം എന്ന പരിപാടി പാണക്കാട് കുടുംബത്തെ അവരുടെ ഇതപര്യന്തമുള്ള ഇടപെടലുകളെയൊക്കെ കുറിച്ച് സൂചിപ്പിക്കാനും പഠിക്കാനും അറിയാനും ഇന്നത്തെ ഒരു പുതിയ കാലത്തിൻ്റെ കാലുഷ്യങ്ങൾക്ക് മുമ്പിൽ അത് അനിവാര്യമാണെന്ന ബോധ്യത്തോടു കൂടെയാണ് ഈയൊരു ക്യാമ്പയിൻ ദാറുൽ ഹുദയുടെ വിദ്യാർത്ഥി സംഘടന ചെയ്തു വച്ചിട്ടുള്ളത്. പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയും എനിക്ക് തോന്നുന്നത്, സത്യത്തിൽ എത്ര വലിയ വിമർശങ്ങൾ ഉണ്ടാകുന്ന നേരത്തും ആ കുടുംബത്തിൻ്റെ പ്രൗഢി കൂടുതൽ കൂടുതൽ പ്രോജ്വലമാകുന്നു എന്നതാണ്. ഒരു പന്ത് താഴേക്കിടുന്നത് പോലെയാണത്. അതുപോലെ അതിനേക്കാൾ ഉയരത്തിലേക്ക് ഇങ്ങനെ ഉയർന്നു വരുന്ന പോലെയാണ്. ആ കുടുംബത്തെ കൂടുതൽ വിമർശിക്കുന്നതോറും അതിൻ്റെ പ്രസക്തി കൂടുതൽ ശോഭമാനമായി വരുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. മാത്രവുമല്ല, അതിലെ പ്രപിതാക്കളുടെ കുടുംബ ജീവിതത്തിൻ്റെ പാരമ്പര്യത്തെ എല്ലാം, അതിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൻ്റെ പാരമ്പര്യത്തെ എല്ലാം നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുമാറ് അഭ്യന്തരായ പാണക്കാട്ടെ PMSA പൂക്കോയ തങ്ങളുടെയും ഇനി മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും തൊട്ടടുത്തായി മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെയും ഒക്കെ ഓർമ്മ ദിവസങ്ങളും കൂടി നമുക്ക് വരികയാണ്. അപ്പോൾ ഈ ചർച്ചകൾ ഈ ആകാശത്തു നിന്ന് മാറുന്നില്ല. നിരന്തരമായി മലയാളി മുസ്ലിമിൻ്റെ ജീവിതത്തോട് അത് ചേർന്ന് നിൽക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന ചോദ്യം പല രീതിയിൽ ചോദിക്കപ്പെടാറുണ്ട്. ചിലരിതിങ്ങനെ കുശുമ്പോടെ ചോദിക്കാറുണ്ട്, എന്താ പാണക്കാട്ട് മാത്രമായി അങ്ങനെ ഒന്ന് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ ഒന്ന് അഹ്ലുൽ ബൈത്താണ്. അങ്ങനെയെങ്കിൽ അഹ്ലുൽ ബൈത്ത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ പലരിലും. ശരിയാണെന്ന് മാത്രമല്ല, അവർക്കും അവരുടേതായ സ്വാധീനങ്ങളുണ്ടായിരുന്നു. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചല്ലോ. മഹാനായ ഖായിദുൽ ഖൗം ഒരു കാലത്ത് കോൺഗ്രസ്സുകാരനായി ജീവിച്ച ഘട്ടത്തിലാണ് സർവേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ, വളരെ പ്രതിഭാധനനായിട്ടുള്ള നേതാവ് മത്സരിക്കുന്ന ഒരു മത്സരത്തിൻ്റെ മുമ്പിൽ എതിർകക്ഷിയുടെ ഏറ്റവും പ്രഗത്ഭനായ പ്രചാരകനായി സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നിൽക്കുന്നത്. മുസ്ലിം ലീഗ് അവതരിപ്പിച്ചിട്ടുള്ള നേതാവ് ചെറിയ ആളല്ല, ഏറ്റവും പ്രഗത്ഭനാണ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ, നമ്മൾ ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ആ ഭരണഘടനാ സംബന്ധിയായിട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ പഠിക്കാൻ ശ്രമിച്ചാൽ അഭിനന്ദനായ പോക്കർ സാഹിബിനെ കുറിച്ച് അദ്ദേഹം നടത്തുന്ന ചർച്ചകളുടെ മർമ്മങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. അവിടെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ചുള്ള, പ്രത്യേകിച്ച് അതിൻ്റെ 25-ാം അനുച്ഛേദത്തെക്കുറിച്ച്
അതോടൊപ്പം തന്നെ റിസർവേഷനുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ എല്ലായിടങ്ങളിലും ഏറ്റവും നന്നായി കാര്യങ്ങൾ അവതരിപ്പിച്ചയാൾ ബി പോക്കർ സാഹിബാണ്. പോക്കർ സാഹിബ് മദ്രാസി അസംബ്ലിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് സൃഷ്ടിക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ്. അത്രമേൽ കാതോർക്കപ്പെടുന്ന ഒരു പ്രഭാഷണമായിരുന്നു, അല്ലെങ്കിൽ ഒരു സാമാജിക അവസരമായിരുന്നു അഭിനന്ദനായ പോക്കർ സാഹിബിൻ്റെ. ആ പോക്കർ സാഹിബ് ഒരു ഭാഗത്ത് മത്സരിക്കുന്നിടത്ത് അതേ മണ്ഡലത്തിലെ അന്നത്തെ ദേശീയ മുസ്ലിങ്ങളുടെ ഭാഗത്തുള്ള ഒരു പ്രത്യേകിച്ചും ഒരു തങ്ങൾ കൂടിയാണ്, അതായത് ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾക്ക് വേണ്ടി മത്സരത്തിൻ്റെ പ്രചാരകനായി വരികയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. 937 എൻ്റെ ഓർമ്മ. 37 മദ്രാസ് അസംബ്ലിയിലേക്കുള്ള ഈ മത്സരത്തിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നത് പോക്കർ സാഹിബ്, മറുഭാഗത്ത് നിൽക്കുന്നത് ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ. പോക്കർ സാഹിബിന് വേണ്ടി അന്നത്തെ സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കൾ എല്ലാവരും പ്രചരണ രംഗത്തുണ്ട്. സത്താർ സെട്ടു സാഹിബുണ്ട്. പോക്കർ സാഹിബിൻ്റെ കൂടെ ഇതേ നിയമസഭയിൽ ഇതേ മദ്രാസി അസംബ്ലിയിൽ നിൽക്കാറുള്ള ഉപ്പി സാഹിബുണ്ട്. ചെറുപ്പക്കാരനാണെന്നും പറയാനാവാത്ത വിധം വിദ്യാർത്ഥിയും കൗമാരക്കാരനുമാണെങ്കിലും വളരെ ശ്രദ്ധേയനായ പ്രഭാഷകനായി അന്നു തന്നെ വളർന്ന CH മുഹമ്മദ് കോയ സാഹിബുണ്ട്. എല്ലാ പാർട്ടിയുടെ സംഘബലങ്ങൾ മുഴുവനും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ പോക്കർ സാഹിബ് തോക്കുന്നു, ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ ജയിക്കുന്നു. ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ ജയിച്ചതിൻ്റെ മുമ്പിലാണ് ഇങ്ങനെ ഒരു തീരുമാനവും കൂടി എടുക്കുന്നു മുസ്ലിം ലീഗ് പാർട്ടി. അന്നത്തെ മുസ്ലിം ലീഗ് പാർട്ടി എന്ന് പറയുന്നത് സർവേന്ത്യ മുസ്ലിം ലീഗാണ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. 906 സ്ഥാപിതമായിട്ടുള്ള ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. ആ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ തീരുമാനം വന്നത് ഇതാണ്: ജനകീയനായ ബാഫക്കി തങ്ങളെ കോൺഗ്രസിൽ നിന്ന് കൊണ്ടുവന്ന് മുസ്ലിം ലീഗിൻ്റെ അമരത്തിരുത്തണം. ബാഫക്കി തങ്ങൾ വന്നപ്പോൾ ബാഫക്കി തങ്ങൾ കൈപിടിച്ചു കൊണ്ടുവന്ന പൂക്കോയ കുട്ടിയും വന്നു, അതായത് മഹാനായ പാണക്കാട്ടെ PMSA പൂക്കോയ തങ്ങൾ. മുസ്ലിം ലീഗ് ജനകീയമായ ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ വഴിയിലേക്ക് നടന്നു. 906 സ്ഥാപിതമായ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ മുന്നേറ്റത്തിൻ്റെ ചർച്ച നടക്കുന്ന സമയത്തു തന്നെയാണ് 926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമാകുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെയും നായകസ്ഥാനത്ത് നിൽക്കുന്ന രണ്ട് മഹാന്മാരായ സയ്യിദുമാർ, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, മഹാനായ പാണക്കാട്ട് PMSA പൂക്കോയ തങ്ങൾ. ഈ സയ്യിദുമാരുടെ ആ പാരമ്പര്യത്തിൻ്റെ വഴിയെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മുന്നേറ്റങ്ങളുടെ ചരിത്രത്തെ എത്രമേൽ ഉജ്ജ്വലമായിട്ടാണ് ഇവർ നിയന്ത്രിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഹൃദ്യമായ ഒരു ചരിത്ര മുഹൂർത്തം പോലെ നമ്മുടെയൊക്കെ മനസ്സിന് കുളിരണിയിപ്പിക്കുന്ന വിധം പാണക്കാട്ടെ പുതിയ തലമുറയുടെ കുഞ്ഞുമക്കൾ നമ്മുടെ ഈ വേദിയിൽ സന്നിഹിതരായി കഴിഞ്ഞു. തലമുറകളുടെ ഒരു പാരമ്പര്യത്തിൻ്റെ അനുസ്യൂതി നിലക്കാത്തൊരു പ്രവാഹം പോലെ, കടലുണ്ടിപ്പുഴ പോലെ ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മളെ അതിശയിപ്പിക്കുന്നു. പലപ്പോഴും അങ്ങനെ കാണാതെ പോകുന്ന പല കുടുംബങ്ങളെയും, വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും സയ്യിദുമാരുടെയും കുടുംബങ്ങളിൽ നിന്ന് നമുക്കങ്ങനെ കാണാൻ കഴിയാതെ വരുമ്പോഴാണ് ഇവിടെ അതിശയിപ്പിക്കുന്ന വിധം ഒരു കൊച്ചുകുട്ടി എഴുന്നേറ്റ് വരുന്നത് പോലും നേതൃമഹിമയുടെ സവിശേഷമായ സ്വഭാവങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ കുടുംബത്തെ നോക്കി എന്താണ് ഇത്ര പ്രത്യേകത എന്ന ചോദ്യത്തിന്, ആ ചോദ്യത്തിൻ്റെ തന്നെ ഏറ്റവും മനോഹരമായ ഉത്തരമാണ് ഇവിടെ ഇരിക്കുന്ന ഈ കൗമാരപ്രായത്തിലെത്തിയിട്ടുള്ള ഈ ചെറുബാല്യങ്ങൾ എന്ന് ഞാൻ പറയാം. എന്തുകൊണ്ടെന്നാൽ അവരാ നേതൃശേഷിയുടെ സ്വഭാവ മഹിമയെ, അതിൻ്റെ സൗമ്യമായ ഭാവത്തെ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുജീവിതത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ പോലെ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നബിയെ അങ്ങ് എത്രമേൽ സൗമ്യമായിട്ടാണ് പെരുമാറിയത്. സൗമ്യത ഒരു നേതാവിൻ്റെ ഏറ്റവും വശ്യമായ സവിശേഷമായൊരു ഗുണം എന്നു തന്നെ പറയാം. ഒരു പാൽനിലാവ് പോലെ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ശത്രുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴും ആ പൂവദിനം പുഞ്ചിരിച്ചിട്ടേയുള്ളൂ. അതുകൊണ്ടാണ് കെട്ടിയിടപ്പെട്ട ശത്രുവിനോടും ചോദ്യം ഇതാണ്: എന്തു തോന്നുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ
നിങ്ങൾക്കെന്തും എടുക്കാമല്ലോ, ഏതു പ്രതികാരത്തിനും ഞാൻ അർഹനല്ലോ എന്ന് പറയുമ്പോഴേക്കും അത്ലിഖൂ, അയാളെ വെറുതെ വിടൂ എന്ന് പറയുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ പക്ഷേ കെട്ടഴിക്കപ്പെട്ട് ബന്ധനമുക്തനായി മദീനത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങി തൻ്റെ നാട്ടിലേക്ക് പോവുക എന്നതിന് പകരം ആ മനുഷ്യൻ മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്തുള്ള കുളത്തിലിറങ്ങി ശരീരസ്നാനം നടത്തിയിട്ട് തിരിച്ചു വന്ന് ഇതേ അഷ്റഫുൽ ഖൽക്കിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഇതുവരെ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും വെറുക്കുകയും ചെയ്തത് ആരുടെ മുഖമാണെന്ന ചോദ്യത്തിന് എനിക്കൊരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ, അത് അങ്ങാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മുഖം അതങ്ങയുടെ മുഖമാണ് എന്ന് പറയുന്ന സുമാമ റളിയല്ലാഹു തആല അൻഹുവിലേക്കുള്ള മാറ്റത്തിൻ്റെ പ്രധാന കാരണം ആ വശ്യതയാണ്, പരിശുദ്ധ റസൂലിൻ്റെ വശ്യത. ഞാനിത് പറയാൻ കാരണം ആ രീതിയിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ, ഈ കുമാരന്മാരെ നോക്കുമ്പോൾ അവരുടെ മുഖത്തും കാണുന്ന തെളിമയാർന്ന പാൽനില പുഞ്ചിരി പോലെയുള്ള വശ്യത, അത് നേതൃത്വത്തിൻ്റെ ഏറ്റവും മനോഹരമായ അടയാളമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയപ്പെടുന്ന വിധം 2 മഹാപ്രസ്ഥാനങ്ങളുടെ നേതൃരംഗത്ത് ഇവർ വന്നു നിന്നു. അത് വലിയൊരു അനുഗ്രഹമായി സമൂഹത്തിനും സമുദായത്തിനും കേരളീയ മുസ്ലിം ഉമ്മത്തിനും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹം തന്നെയാണ്. പ്രത്യേകിച്ചും സയ്യിദുമാരോടുണ്ടാകുന്ന ആദരം അതെല്ലാ കാലത്തും ഈ സമുദായം സൂക്ഷിച്ചിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമാകുമ്പോൾ സമസ്തയുടെ അഭ്യന്തര നേതൃത്വത്തിൻ്റെ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിന് വേണമെങ്കിൽ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ വൈജ്ഞാനികമായ പ്രഭ കൊണ്ടും അതിൻ്റെ ഗരിമ കൊണ്ടും അർഹമാകുമായിരുന്നു. പക്ഷേ അവിടെയെല്ലാം അതിന് മാറ്റമുണ്ടാക്കുന്ന മറ്റൊരു കാര്യമുണ്ടാകുന്നത് മഹാനായ അഭിവന്ദരായ ഒരു വലിയ സയ്യിദ്, മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്ന സയ്യിദ്, പർവ്വത സമാനമായ സയ്യിദ് നേതൃത്വം കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെയാണ് ആ മഹാജീവിതത്തിൻ്റെ കൂടെയാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നിൽക്കുന്നത്. പക്ഷെ അവരെല്ലാം നടന്നു പോകുന്ന വഴികൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും ഈ സർവേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ അക്കാലത്തെ പ്രവർത്തക സമിതി മെമ്പറാണ്. അദ്ദേഹം പ്രവർത്തക സമിതി മെമ്പറാകുമ്പോൾ അദ്ദേഹം നിശ്ചിത വിമർശനത്തിൻ്റെ ശരങ്ങൾ എഴുതിവിട്ട, ആ ശരങ്ങൾക്ക് ശരവ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ബിദഈ നേതൃത്വത്തിലുണ്ടായിരുന്ന KM മൗലവിയും ആ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ഇതേ പ്രവർത്തക സമിതി അംഗമാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നത് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ചിലർക്കെന്തോ ഒരു തരം സംശയം പിടികൂടുന്നു. ആ സംശയം 89 തുടങ്ങിയ രോഗമാണെന്നതാണ്. ഇനിയും ആ രോഗം തുടരുന്നു എന്നതാണ് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നത്. 89 അങ്ങനെ ചില രോഗങ്ങളുണ്ടായി. ആ രോഗങ്ങൾക്കുള്ള പ്രതിമരുന്ന് സമുദായം കണ്ടതാണ്. ഇനി അങ്ങനെ രോഗം തുടരാതിരിക്കേണ്ട കരുതലാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ കാണേണ്ടത്. എന്തുകൊണ്ടെന്നാൽ അന്നും ഇങ്ങനെയൊക്കെ ചിലർ പറഞ്ഞു നടന്നു. മഹാന്മാരായ പാണക്കാട്ട് തങ്ങന്മാർക്ക് എന്താ ഇത്ര വലിയ പ്രത്യേകത എന്നുള്ള ചോദ്യവും അന്ന് വന്നതാണ്. പാണക്കാട്ട് തങ്ങന്മാർക്കുള്ള പ്രത്യേകത എന്ന് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്. എല്ലാ കാലത്തും എല്ലാ സമയത്തും പാണക്കാട്ടെ കുടുംബം സമുദായത്തിൻ്റെ സ്പന്ദനങ്ങളുടെ കൂടെ നടന്നു എന്നതാണ് അതിന് ഉത്തരം. സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളുടെ കൂടെ അവരെന്നും ഉണ്ടായി. എല്ലാ ഗേറ്റും അടക്കുമ്പോഴും പാണക്കാട്ടെ ഗേറ്റ് തുറന്നു തന്നെ നിരുന്നു. എല്ലാ മനുഷ്യരും അങ്ങോട്ട് തന്നെ ചെന്നു. അവിടെ കണ്ണുനീരുകൾ പ്രവഹിക്കുമ്പോഴും സങ്കടക്കടലുകൾ അവിടേക്ക് വരുമ്പോഴും അതെല്ലാം സ്വന്തം നെഞ്ചിലേറ്റാൻ സാധ്യമാകുന്ന വിധം അവിടെ പാണക്കാട്ടെ കാർന്നവന്മാരിരുന്നു. അവരുടെ കസേരയുടെ മുമ്പിലേക്ക് ചുറ്റുവട്ടത്തേക്ക് വന്നവർ വ്യത്യസ്തമായ സംസ്കാരങ്ങളും സ്വഭാവവും രീതിയുമുള്ളവരൊക്കെ തന്നെയാണ്. പണക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, സാമൂഹിക നേതാക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, പാമരന്മാരുണ്ട്. പക്ഷെ അവരെല്ലാവരെയും ഒരുപോലെ സ്വീകരിച്ചു. ഒരു വേള അങ്ങനെ പോലുമല്ലാതെ വലിയ പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കന്മാരുമായി യോഗം ചേർന്നിരുന്ന് അതുമായുള്ള ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനിടയിൽ പാണക്കാട്ടെ കോലായിൽ ആരോ വന്ന് വിളിച്ചു പറയുന്ന ആർത്തനാദം പോലും കേൾക്കാൻ അവർ തയ്യാറായി. നാടിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അത് ചർച്ച ചെയ്യുന്ന നേരത്ത് താഴെ കോലായിൽ നിന്നൊരു സ്ത്രീയുടെ ആർത്തനാദം കേൾക്കുന്നു. ആ ആർത്തനാദം കേൾക്കുമ്പോഴേ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, തൻ്റെ പരിചാരകൻ എന്ന് തന്നെ പറയാനാവില്ല, ചില സമയത്തൊക്കെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെ വരുന്ന വലിയ പ്രമാണിമാരുടെ കയ്യിൽ നിന്ന് ഫോൺ മാറ്റി വച്ചിട്ട്
കോയമോന് ഇതൊന്നും പറയൂല, നിങ്ങളിങ്ങനെ ഫോൺ ചെയ്തിട്ട് പോയാൽ കാശ് കൊടുക്കേണ്ടി വരുന്നത് നമ്മളാണെന്ന് പറഞ്ഞ് അലവിയാക്കേണ്ടി. അത്ര വലിയ തണ്ടേടമുണ്ടായിരുന്ന അലവിയാക്ക. അതായത് പാണക്കാട്ടെ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയും തൻ്റെ സ്നേഹാധികാരം കൊണ്ട് ആജ്ഞാപിക്കാൻ സാധിക്കുന്ന അധികാരമുണ്ടായിരുന്ന മഹാനായ അലവിയാക്ക. ആ അലവിയാക്കാനെ വിളിച്ചിട്ട് ചോദിക്കാൻ, അലവിയെ അവിടെ ആരാണ് കരയുന്നത് എന്ന ചോദ്യം. അപ്പോൾ പറയുന്നത് എന്താ, UDFൻ്റെ ലൈസൺ കമ്മിറ്റിയിലെ പ്രഗത്ഭരായ നേതാക്കളെല്ലാം കണ്ണു തുറിച്ച് നോക്കുമ്പോൾ അവിടെ കേട്ട ഉത്തരം ഇതാണ്. ആ സ്ത്രീ വന്ന് പറയുന്നത് തൻ്റെ പശുവിന് പാല് കറക്കുന്നില്ല എന്നാണ്. കേട്ടവർക്ക് ചിരിക്കാൻ അതിനേക്കാൾ വലിയ തമാശ എന്താ? ഇവിടെ വലിയ ചർച്ചയാണ്. ഏതൊക്കെ സ്ഥാനാർത്ഥിനെ നിർണ്ണയിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ പങ്കിട്ടെടുക്കണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ച നടക്കാൻ. കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നതിൻ്റെ ആധ്യക്ഷം വഹിക്കുന്നയാൾ അതിനിടയിൽ നിന്നാണ് ഇത് കേൾക്കുന്നത്. അപ്പോഴേക്കും ഇറങ്ങിപ്പോകുന്നു. താഴേക്ക് പോയി അവിടെ ചെന്ന് മന്ത്രിച്ച ഒരു നൂല് കെട്ടിക്കൊടുത്തിട്ട് ആ നൂല് കെട്ടിക്കൊടുത്ത് തിരിച്ചു വന്നിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നും. ആ അത്ഭുതത്തിൻ്റെ പേരാണ് പാണക്കാട്ടെ തറവാട്ട കാർന്നവന്മാർ. എന്തുകൊണ്ടെന്നാൽ അവരുടെ മനസ്സകങ്ങളിൽ മനുഷ്യൻ്റെ സങ്കടങ്ങളെ പേറാൻ കഴിയുന്ന ഒരു വിശാലമായ ഹൃദയമുണ്ട് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഫറസ്ദഖ് പാടിയില്ലേ, മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു എന്ന പരിശുദ്ധ പ്രവാചക കുടുംബത്തിലെ മഹാനായ സയ്യിദുന അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗഹിത്രൻ മകൻ, ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗഹിത്രൻ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ മഹാനായ സൈനുൽ ആബിദ്. ആ സൈനുൽ ആബിദീൻ എന്നവരെ കുറിച്ച് പറയുമ്പോഴാണ് ഫറസ്ദഖ് പറഞ്ഞു, ഹമ്മാലു അസ്കാലി അഖ്വാം, ഹമ്മാലു അസ്കാലി അഖ്വാം. മനുഷ്യൻ്റെ ഹൃദയഭാരങ്ങളെ സ്വന്തം ഭാരമായി കണ്ടുകൊണ്ട് ഏറ്റുന്നവർ. അങ്ങനെ ഏറ്റുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോ എന്ന് പറയാൻ പോലും കഴിയാത്തവർ. മാ ഖാല ലാ ഖത്തു ഇല്ലാ ഫീ തശഹുദിഹി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന പരിശുദ്ധ വചനത്തിലല്ലാതെ ലാ എന്നവർ പറഞ്ഞിട്ടില്ല. എങ്ങാനും തശഹുദില്ലായിരുന്നുവെങ്കിൽ ലൗല തശഹുദു, അങ്ങനെ എങ്ങാനും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയേണ്ടി വരുമായിരുന്നില്ല എങ്കിൽ അങ്ങനെ പറയേണ്ടി വരാത്ത ലാ മാറ്റിയിട്ടെങ്ങാനും അദ്ദേഹത്തിൻ്റെ ലാ നഅം എന്നായി പോകുമായിരുന്നു. കാന ലാമുഹു നഅം, അദ്ദേഹത്തിൻ്റെ ലാ, അദ്ദേഹത്തിൻ്റെ നിഷേധവാക്യം അങ്ങനൊന്നില്ലാതെ നഅം എന്ന് തന്നെ ആയി പോകുമായിരുന്നു എന്ന് ഫറസ്ദഖ് മഹാനായ സൈനുൽ ആബിദീൻ എന്നവരെ കുറിച്ച് പറഞ്ഞ പോലെയാണ്. ഇവിടെ ലാ എന്നൊന്ന് പറയാൻ കഴിയാത്ത വിധം എല്ലാവരെയും സ്വീകരിച്ചു, എല്ലാവർക്കും വേണ്ടി ജീവിച്ചു. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് പറഞ്ഞ, അവരെക്കുറിച്ചുള്ള ആധുനിക കാലഘട്ടത്തിൻ്റെ ചരിത്രം പറഞ്ഞ മില്ലർ അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യം ഇതാണ്. പാണക്കാട്ടെ തങ്ങന്മാർ, the respect afforded to the Panakkad Tangals by Mappilas is akin to the reverence shown to saints. പുണ്യാളന്മാരോട് ചെയ്യുന്ന പോലെയുള്ള ആദരം, ആ ആദരമാണ് പാണക്കാട്ടെ തങ്ങന്മാരോട് ആ ജനത കാട്ടിയതെന്ന് മാത്രമല്ല, their presence ensures the continuity and cohesion. അതുവഴി their presence ensures the continuity, എന്തിൻ്റെയും അനുസ്യൂതി എന്ന് പറയുന്നത് നിലനിന്നത് ഈ വലിയ മനുഷ്യന്മാരുടെ സാന്നിധ്യം കൊണ്ടാണ്. ആൻഡ് ഒപ്പം തന്നെ കോയിഷൻ, അവർക്കൊരു വലിയ ഭദ്രമായൊരു ഉറപ്പ് കിട്ടിയിരുന്നു. പാണക്കാട്ടെ തങ്ങൾ ഉദ്ഘാടനം ചെയ്താൽ, പാണക്കാട്ടെ തങ്ങൾ ദ്വാരുന്നാൽ, അപ്പോൾ അതിൻ്റെ ഒരു മാനസികമായൊരു സ്വാസ്ഥ്യം, സമാധാനം അവരനുഭവിച്ചിരുന്നു. ആ കോയിഷൻ അനുഭവിച്ചു എന്ന് പറയുന്നത് ആരാ? ഈ നാടിൻ്റെ ചരിത്രത്തെ, കുറേ കാലങ്ങളായി നാടിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും ശേഷവുമുള്ള കാലത്തിൻ്റെ ചരിത്രത്തെ ഈ നാട് ഭരിച്ചവൻ്റെ പ്രതിനിധി എന്ന നിലയിൽ തന്നെ നിന്ന് മില്ലർ പറയുമ്പോൾ, ഈ നാട്ടിലെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കളും സ്വാധീന ശക്തിയുള്ള നേതാക്കളുമായി ഇവരെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ രീതിയിൽ ഒരു ജനതയെ, ആ ജനതയുടെ ജീവിതത്തെ, ആ ജനതയുടെ വേദനകളെ എല്ലാത്തിനെയും തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നു. എത്രയോ രാത്രികൾ അവർ ഉറക്കൊഴിഞ്ഞ് ഈ സമൂഹത്തിൻ്റെ വേദനകളുടെ കൂടെ ഇരിക്കുന്നു. അഭിനന്ദനായ ഉസ്താദിൻ്റെ കൂടെ ഞാൻ ഭീംപൂരിൽ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസിൻ്റെ തറക്കല്ലിടാൻ പോകുമ്പോൾ അന്ന് മലയാളം അറിയുന്ന ഒരു ബംഗാളി സുഹൃത്ത്, ആ സുഹൃത്തിൻ്റെ പേര് ഉസ്താദിനും അറിയാം, എനിക്കും അറിയാം. അദ്ദേഹം പക്ഷേ ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിതാണ്,
ഞങ്ങളുടെ നാട്ടിലും തങ്ങന്മാരുണ്ട്, പക്ഷേ അവരുടെ വീട്ടിലൊന്നും നമുക്ക് പോകാൻ കഴിയില്ല. ഞങ്ങളുടെ നാട്ടിലും തങ്ങന്മാരുണ്ട്. ആ സമയത്ത് നമ്മുടെ കൂടെ മഹാനായ സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുണ്ട്, അഭിയന്തനായ ആറ്റപ്പു, മഹാനായ ചെർശ്ശേരി ഉസ്താദുണ്ട്, നവ്വർ അല്ലാഹു മറാഖിദഹും, അവരുടെ കൂടെയാണ് വന്ദ്യരായ ഉസ്താദുമുണ്ട് കൂടെ. ഇവരെല്ലാവരുമുണ്ട്. പക്ഷെ ഞാൻ ആ കേട്ടത് ഞാനിങ്ങനെ വല്ലാതെ ആലോചിച്ചു പോയി. ഞങ്ങളുടെ നാട്ടിൽ തങ്ങന്മാരും പണ്ഡിതന്മാരുമുണ്ട്, പക്ഷേ അവരൊന്നും അവരുടെ വീടിൻ്റെ വാതിലുകൾ തുറന്നു തരാറില്ല ഞങ്ങളുടെ കണ്ണുനീരുകൾക്ക് മുമ്പിലെന്ന് പറയുമ്പോൾ 12 മണിക്കും ചൊവ്വാഴ്ച ഒരു ദിവസമാണ് പാണക്കാട്ട് ആളുകൾ കൂടുതലായി വരുന്ന ഒരു ദിവസം. സ്വന്തം വീട്ടിൽ അവനവൻ്റെ കുടുംബത്തിലെ മക്കളോട് സംസാരിക്കാൻ പോലും സമയമില്ലാതെ ഒരു അതിഥിയെപ്പോലെ ആതിഥേയനിരിക്കുന്ന ഒരു തറവാടിൻ്റെ പേരാണ് പാണക്കാട്ടെ തറവാട്. അതിഥിയെപ്പോലെയാണവർ. അവരുടെ മക്കളോട് സ്വകാര്യം പറയാൻ, അവരുടെ പ്രിയതമകളോട് ചേർന്നു നിൽക്കാൻ, ഒന്ന് വസ്ത്രം മാറി മറ്റൊരു വസ്ത്രം, അതായത് വീട്ടിലുടുക്കുന്ന വസ്ത്രം ധരിച്ചു നിൽക്കാൻ സാധിക്കാതെ പോകുന്ന വിധം അതിഥികളെപ്പോലെ വീട്ടിലിരിക്കേണ്ടി വരുന്ന ആതിഥേയന്മാരാണ് മഹാന്മാരായ പാണക്കാട്ടെ തങ്ങന്മാർ. അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബത്തിനെ നിരന്തരമായി സമൂഹം സ്നേഹിക്കുന്നത്. അത് മുസ്ലിങ്ങൾ മാത്രമല്ല, സമുദായത്തിലെ പണ്ഡിതന്മാർ മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളും ആ വിഷയത്തിൽ അങ്ങനെ തന്നെ ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച കാണുന്നു. സമുദായത്തിലെ പണ്ഡിതന്മാരോ ഈ നേതൃത്വത്തെ അവിരാമം അശ്രാന്തം പിന്തുടർന്നു, അതിനെ പിന്താങ്ങി പ്രാർത്ഥിച്ചു. അതല്ലേ അഭിയന്തരായ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചത്. മഹാനായ PMSA പൂക്കോയത്തങ്ങൾ വഫാത്തായി. പൂക്കോയത്തങ്ങൾ വഫാത്താകുമ്പോൾ പിന്നെ ഈ സമുദായത്തിൻ്റെ നേതൃത്വം, സമുദായ നേതൃത്വം എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനും കൂടിയാകണം. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ആ രീതിയിലാണ് സമുദായത്തിൻ്റെ നേതൃത്വം എന്ന നിലയിൽ പണ്ഡിതന്മാരും കണ്ടത്. അങ്ങനെ തന്നെയാണ് കണ്ടത്. അങ്ങനെ തന്നെ കാണുമ്പോഴാണ്, അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് വളർന്നു പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ ചരിത്രത്തിൻ്റെ ഇന്നലകൾ ഇങ്ങനെ നമ്മൾ വളരെ സ്വസ്ഥതയോടുകൂടെ തുടർന്നു പോകുന്നത്. അതുകൊണ്ട് സംസ്ഥാന മുസ്ലിം ലീഗ് അധ്യക്ഷൻ ആരാകണം? ആ ചർച്ച പോകുന്നത് കേവലം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തക സമിതിയിൽ മാത്രമല്ല. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തക സമിതി പോലെ ഈ സമുദായത്തിൻ്റെ മറ്റൊരു പ്രവർത്തക സമിതിയുണ്ട്. ആ പ്രവർത്തക സമിതിയുടെ അധ്യക്ഷൻ എന്ന് ഞാൻ പറയാൻ പോകുന്നത് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരാണ്. നവ്വറല്ലാഹു മർഖദ. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ പോലെയുള്ള പ്രഗത്ഭരായ ഔലിയാക്കൾ കൂടി അടങ്ങുന്ന ഒരു സമൂഹത്തിൻ്റെ നേതാക്കളുണ്ട്. അവരെല്ലാം കൂടി ആലോചിക്കുന്നതും ആരാകണം അതിൻ്റെ അധ്യക്ഷ പദവിയിലിരിക്കേണ്ടത്, നാളെ ഈ സമുദായത്തിൻ്റെ നേതൃത്വം കൊടുക്കേണ്ടത്. ചെറുപ്പക്കാരനായ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുണ്ട്. ശിഹാബ് തങ്ങളാകട്ടെ ജാമിഉൽ അസ്ഹറിലും അതുപോലെ തന്നെ കൈറോ യൂണിവേഴ്സിറ്റിയിലുമൊക്കെ പഠിച്ചു വന്നു. നല്ല വായനക്കാരൻ, നല്ല എഴുത്തുകാരൻ, നല്ല ചരിത്ര ഗവേഷകൻ. വാപ്പയുടെ കൂടെ നിന്ന് വാപ്പയുടെ അടുക്കൽ വരുന്ന ആളുകൾക്ക് സാന്ത്വനം കൊടുക്കാൻ വേണ്ടി അവിടെ ഒരു പൂനിലാ സ്പർശം പോലെ ഇരിക്കുമ്പോഴും സമുദായത്തിൻ്റെ നേതൃരംഗത്തേക്ക് വരണമെന്നൊരിക്കൽ പോലും ആഗ്രഹിക്കാത്തയാൾ. സമുദായ നേതൃത്വം അങ്ങ് ഏറ്റെടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വിതുമ്പിക്കരഞ്ഞയാൽ. അങ്ങനെയുള്ള മഹാനായ തങ്ങളെ ഇത് ഏൽപ്പിക്കാൻ CH മുഹമ്മദ് ഖായ സാഹിബ് വലിയ അടവുകളൊക്കെ എടുത്തു. പഠിച്ച പണി മുഴുവനും ചെയ്തു കഴിഞ്ഞിട്ടും തീരാതെ വന്നപ്പോൾ ഇതേ CH അഭിയന്തനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ വീട്ടിലേക്ക് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കൊണ്ടുപോകുന്നു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും CH മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ചെല്ലുമ്പോൾ 2 ഗ്ലാസ് ചായക്കോപ്പയുമായി വന്നിട്ട് അവിടെ ഇരുന്ന് അൽ ഫാത്തിഹ എന്ന് വിളിച്ചു. സമുദായത്തിൻ്റെ നേതൃത്വത്തെ ആരേൽപ്പിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു അൽ ഫാത്തിഹ പാണക്കാട്ടല്ല വന്നത്, അത് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ വീട്ടിലാണ്. മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ദ്വാ കഴിഞ്ഞിട്ട് പറഞ്ഞു, മോനെ വാപ്പ ഇരുന്ന കസേരയിൽ ഇരിക്കണം. ആ വാപ്പ കാത്തുവച്ച പഞ്ചനക്ഷത്രങ്ങൾ ആ കസേരയിൽ ഇങ്ങനെ ഇരുന്ന് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങൾ, മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഇപ്പോഴിതാ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും വലിയ അർത്ഥത്തിൽ ആരോപണങ്ങൾക്ക് വിധേയായി. ആ ആരോപണങ്ങൾ തുടങ്ങി വച്ച കാലത്തെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോഴും പല ആരോപണങ്ങളും വന്നു. ജാമിഉൽ അസ്ഹറിലൊക്കെ നടന്നയാളല്ലേ എന്ന രീതിയിലുള്ള പല പരാമർശങ്ങളെയും കുറിച്ച് ഞങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ആ പറച്ചിൽ പോലും എന്നെ പേടിപ്പിക്കുന്നു. ജാമിഉൽ അസ്ഹറിലൊക്കെ കുമാരനായി നടന്ന ആളല്ലേ എന്ന് ചോദിച്ച ആളുകൾ 89-ലുണ്ടായിരുന്നു. അതിനുശേഷം രാഷ്ട്രീയ നേതൃരംഗത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഇടപെടലുകൾ ഉണ്ടാകും. അങ്ങനെ ഇടപെടലുകൾ സോണിയാഗാന്ധി ഇരിക്കുന്ന ഒരു സ്ഥലത്ത്
മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇരിക്കുന്നു. ആ പത്രം കണ്ട് ചിലരൊക്കെ ഇങ്ങനെയൊക്കെ തമാശ പറഞ്ഞിട്ടുണ്ട്. ആ തമാശകൾ നമ്മുടെയൊക്കെ ഓർമ്മ പദങ്ങളിലുണ്ട്. അതേ തമാശയും അതേ വിമർശവും ഇപ്പോൾ വരുമ്പോൾ ഒരേ അച്ചിൽ വാർത്ത അതേ ആരോപണങ്ങളുടെ മാത്രം വഴിയാണ് ഇപ്പോൾ മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് വരുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ചരിത്രത്തിൻ്റെ ഇന്നലകളുടെ ഓർമ്മയുള്ള ഞങ്ങളെപ്പോലുള്ളവർക്ക് അതൊരു അത്ഭുതമായി തോന്നുന്നില്ല. ഞങ്ങളെപ്പോലെ എന്ന് ഞാൻ പറയണില്ല, കാരണം അതിനുള്ള പ്രായം എനിക്കില്ല. പക്ഷേ ഇവിടെ ഇരിക്കുന്ന അഭ്യന്തരായ ഉസ്താദുണ്ട്, അതുപോലെ തന്നെ CH തൊയ്യബ് ഫൈസി ഉണ്ട്. അവരൊക്കെ ഓർത്താൽ അവർക്കൊന്നും ഇതൊരു അത്ഭുതമായി തോന്നില്ല. കാരണം ഇത് ഒരേ അച്ചാണ്, ഒരേ അച്ചിൽ വാർത്തതുപോലെയുള്ള വർത്തമാനങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ അന്ന് അതേ തരത്തിലുള്ള ആരോപണങ്ങൾ വന്നു. സ്ഥാനാർത്ഥികളായി വന്ന സ്ത്രീകൾ ഒന്ന് അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ തൻ്റെ കൈത്തലം ശിരസ്സു തൊടാതെ വെക്കുന്നതെന്ന് ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി അതും ആഘോഷിച്ചവർ അന്നുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ കാണുന്ന ചില ഫോട്ടോകളുടെയും പിന്നിലെ പ്രധാനപ്പെട്ട ഛേദോവികാരം എന്ന് മനസ്സിലാക്കിയാൽ ഈ ആരോപണങ്ങളുടെ കഴമ്പ് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായി തിരിയാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘമായി പറയുന്നില്ല. അതിനൊറ്റ കാര്യമുള്ളൂ, എന്തുകൊണ്ടാണ് ഈ വിമർശനങ്ങൾ വരുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സമീപകാലത്ത് വന്ന വിമർശനങ്ങളുടെ ആകത്തുകയിലേക്കൊന്ന് വെറുതെ യാത്ര ചെയ്താൽ ചിലത് കിട്ടും. അവിടെ ഒരാൾ ഒറ്റയ്ക്കിരുന്ന് ഒരു പ്രസംഗം നടത്തുന്നു. ആ പ്രസംഗത്തിൽ മലയാളത്തിന് ചില പുതിയ പദങ്ങൾ കിട്ടി. അതിലൊരു പദമാണ് സുഹാബി. അതിന് നല്ലൊരു വ്യാഖ്യാനം കിട്ടി, വഹാബി എന്നാണ്. ആരെയായി വഹാബി എന്ന് വിളിക്കുന്നത്? മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ഖലീഫ പോലെ ഏൽപ്പിക്കപ്പെട്ട ഒരാൾ ഇവിടെ ഇരിക്കുന്നു. അവിടെ നിന്ന് തുടങ്ങണം സുഹാബി എന്ന പ്രയോഗമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ 50 ആണ്ട് പിന്നോട്ട് ജീവിച്ചാൽ ആ 50 കൊല്ലത്തെ സമസ്തയുടെ പാരമ്പര്യത്തെക്കുറിച്ച് പറയാൻ കഴിയുന്ന ഒരാൾ അഭിനന്ദനായ ബഹാവുദ്ദീൻ ഉസ്താദ് ഇവിടെ ഇരിക്കുന്നു. ആരെ നോക്കിയാണ് നമ്മൾ സുഹാബി എന്ന് വിളിക്കേണ്ടത്? ഞാൻ ഈ പറയപ്പെട്ട പലരും കൂടിയിരിക്കുന്ന അങ്ങനൊരു യാത്ര പലസ്തീനിലേക്ക് നടത്തിയപ്പോൾ ജാമിഉൽ അസ്ഹറിൻ്റെ ചാരയുള്ള മഹാനായ സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശിരസ്സുള്ള ആ മഖ്ബറയിൽ അവിടെ സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ എല്ലാവരും വണ്ടിയിൽ കയറി, പക്ഷെ ഒരാൾ മാത്രം ബാക്കി. അവസാനം തിരിച്ചന്വേഷണത്തിനായി എന്നെ നിയോഗിക്കപ്പെട്ടപ്പോൾ ഞാൻ പോയി അന്വേഷിച്ചു. മഹാനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ടോയ്ലറ്റിലോ മറ്റോ പോയിട്ടെങ്ങാനും സമയം വൈകിയതായിരിക്കുമെന്ന് ആലോചിക്കുമ്പോൾ അനന്തമായി എവിടെയൊക്കെ ദൃഷ്ടി പായിച്ചുകൊണ്ട് തൻ്റെ പ്രപിതാവിൻ്റെ ശിരസിൻ്റെ അടുക്കൽ തൻ്റെ തല ചായ്ച്ച് ഏതോ ഓർമ്മകളിലേക്ക് മുഴുകിപ്പോയ പോലെ മഹാനായ സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണുമ്പോൾ ഞാനൊന്ന് മുരടനക്കി ഒന്ന് ശബ്ദം പുറപ്പെടുവിപ്പിച്ചപ്പോൾ ഞെട്ടി എഴുന്നേറ്റിട്ട് എല്ലാവരും പോയോ എന്ന് ചോദിച്ച സാദിഖ് അലി ശിഹാബ് തങ്ങളെ നമ്മളവിടെ കാണുന്നു. ഇവിടെ ചില ആളുകൾ സുഹാബി എന്ന് വിളിക്കുന്നത് ആരെക്കുറിച്ചാണ് എന്ന് ഞാൻ ആലോചിച്ചു പോകാൻ. എന്നിട്ട് ആ സുഹാബിയത്തിനും അതിന് ഉദാഹരണം പറഞ്ഞിട്ടാണ് ജാമിയയിൽ നിന്നും ദാറുൽ ഹുദയിൽ നിന്നും ജാമിഉൽ അസ്ഹറിലേക്ക് പോകുന്നു. അത് സുഹാബിയത്താണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ആ വച്ച വെടി മുഴുവനും ദാറുൽ ഹുദയിലേക്കും ജാമിയയിലേക്കും തിരിച്ചപ്പോൾ ആ വെടി എന്തുകൊണ്ട് സ്വന്തം പിതാവ് സ്ഥാപിച്ച, അല്ലെങ്കിൽ കൂടുതൽ സ്ഥാപിച്ചു എന്ന് ഞാൻ പറയില്ല, പ്രവർത്തിച്ച, അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ ഒരു സ്ഥാപനത്തിൻ്റെ അതിൽ നിന്ന് വിദ്യാഭ്യാസം ചെയ്തു വന്ന മകന് സ്വന്തം അങ്ങനെ ആ ഒരു സ്ഥാപനത്തിൻ്റെ കൊടുക്കപ്പെടുന്ന ബിരുദത്തിൻ്റെ പേര് പറയാതെ ഇതേ ജാമിഉൽ അസ്ഹറിൻ്റെ പേര് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. മനസ്സിലായിണ്ടാവുമല്ലോ. അവരാരും സുഹാബിയായില്ല. അപ്പോൾ ആർക്കു നേരെയാണ് സ്വയമേവ വെടിവെച്ചത്? ആർക്കു നേരെയാണ്? ഞാൻ ഈ കുട്ടികളോട് ചിന്തിക്കാൻ വേണ്ടി പറയാം. ആർക്കു നേരെയാണ്? അവരും പോകുന്നുണ്ട്. ജാമിഉൽ അസ്ഹറിലേക്ക് പോയതിൽ ആരും പുത്തിരിയൊന്നുമില്ല, എല്ലാവരും പോകുന്നുണ്ട്. നമ്മളതിന് കുറ്റം പറയാനല്ല. പക്ഷേ അങ്ങനെ കുറ്റം പറയുന്നതിൻ്റെ ആകപ്പാടെ ഒറ്റ കുന്തമുന തിരിച്ചു വെക്കുന്നത് ഈ ദാറുൽ ഹുദക്കു നേരെയും ജാമിഅ നൂരിയക്കു നേരെയൊക്കും ആകുമ്പോൾ ആരെ തകർക്കാനാണ് പണിയെടുക്കുന്നത്? ദാറുൽ ഹുദയും ജാമിഅ നൂരിയയും ഒക്കെ ഈ ഉമ്മത്തിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ സമസ്തയുടെ പ്രവർത്തനത്തിൻ്റെ അവിഭാജ്യമായ ഘടകമല്ലേ? മഹാനായ പൂക്കോയത്തങ്ങളുടെ, ബാഫക്കിത്തങ്ങളുടെ, മഹാനായ ശംസുൽ ഉലമയുടെ, കണ്ണിയത്ത് ഉസ്താദിൻ്റെ, ഖുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ, നവ്വറല്ലാഹു മറാഖിദഹും അവരുടെയൊക്കെ വലിയ അർത്ഥത്തിലുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമായി ഉണ്ടായതല്ലേ ജാമിഅ നൂരിയ അറബിയ? അവരെല്ലാം സത്യത്തിൽ ഈ കൊടിയൊക്കെ പിടിച്ചു പോന്നവരല്ലേ? ഇവിടെ പറഞ്ഞല്ലോ CH ഐദ്രോസ് മുസ്ലിയാർ, മഹാനായ KT മാനു മുസ്ലിയാർ. KT മാനു മുസ്ലിയാർ സ്വന്തം ആത്മകഥയെ പ്രകാശനം ചെയ്തുകൊണ്ട് പറഞ്ഞത് തന്നെ എന്താ? ബാക്കിയാത്തിൽ നിന്ന് ഞാൻ മുസ്ലിം ലീഗിൻ്റെ സമ്മേളനത്തിൻ്റെ സ്വാഗത പ്രഭാഷകനാകാൻ വേണ്ടി വന്നിട്ടുണ്ടെന്നാണ്.
നമ്മൾ അനുഭവിച്ചു പോകുന്ന ചില യാഥാർത്ഥ്യങ്ങൾക്കു നേരെ കണ്ണടക്കുന്നത് എങ്ങനെ? അതുകൊണ്ട് പാണക്കാട്ടെ കുടുംബം ഒരു നിലാവായി ഉദിച്ചു തന്നെ നിൽക്കുന്നുണ്ട്. ആ ശോഭ കെടുത്താൻ ആരെന്തു ശ്രമിച്ചാലും നടക്കാത്ത പോലെ ആ കുടുംബവും സമസ്തയും, ആ കുടുംബവും സമുദായവും ഒരുമിച്ചു തന്നെ അതിൻ്റെ ജൈത്രയാത്രയിൽ മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത്. ആരെന്തൊക്കെ പറയുമ്പോഴും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100-ാം വാർഷികത്തിലേക്ക് കടങ്ങുമ്പോൾ നമ്മൾ അഭിമാനത്തോടെ ആ കൊടി പിടിക്കുന്നു. ആ കൊടി ഇടനെഞ്ചിലെ സ്പന്ദനം അവസാനിക്കാത്ത സമയം വരെയും, ആ അവസാനിച്ചു തീരുന്ന നേരം വരെയും നമ്മൾ ആ പരിശുദ്ധമായ കൊടി പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതിലാർക്കും സംശയം വേണ്ട. ആരെന്ത് പേരിട്ടാലും സമസ്തയെന്ന് പറയുന്ന മഹിത പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഉണ്ടാവും. പക്ഷേ അതോടൊപ്പം ഈ സമുദായം എങ്ങനെയൊക്കെ വളർന്നു എന്ന ചിന്തയുടെ മുമ്പിൽ ഒരു ഹരിത പതാകക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കുന്നവരായിരുന്നു നമ്മുടെ മുൻഗാമികളായ എല്ലാ പണ്ഡിതന്മാരും. തർക്കങ്ങളുണ്ടാവാം. തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇതേ തറവാട്ടിൽ പോയിരുന്ന പല സമയത്തുള്ള ഓർമ്മകൾ ഞങ്ങൾക്കൊക്കെയുണ്ട്. അഭിയന്തനായ ചെറുശ്ശേരി ഉസ്താദിനെ പോലെയുള്ള നേതാക്കൾ പോയിരുന്ന സമയങ്ങളും ഓർക്കുന്നുണ്ട്. അവിടെ തർക്കങ്ങൾ വലിയ അർത്ഥത്തിലുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും എല്ലാം നടന്നിട്ട് അവസാനം ഒരുമിച്ച് പോരാറുണ്ട്. കടലിൻ്റെ പുഴ ഒഴുകുന്ന പോലെ ഒരുമിച്ച് ഒഴുകാറുണ്ട്. ആ ഒരുമിച്ചൊഴുക്കാണ് ഈ സമുദായത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. എന്തുകൊണ്ടെന്നാൽ ഇന്ന് ഈ ഉമ്മത്ത് പ്രത്യേകിച്ചും ഒരിക്കലും ഒരു ഛിദ്രതയും വരാതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാലമാണ്. ഛിദ്രതകൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ ആലോചിക്കണം, ഈ സമുദായത്തെ ശിഥിലീകരിക്കാനുള്ള നിരന്തരമായ ബൗദ്ധികമായിട്ടുള്ള പണി പലരും ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ്, ഇവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെയാണ് 9-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ഒരു പ്രത്യേക അധ്യായം കാണിച്ചു തന്നത്. ശരിക്കു പറഞ്ഞാൽ ജനറൽ ന്യൂട്രലാകുക എന്നത് മാത്രമല്ല, സകലമാന മതനിരാസത്തിൻ്റെയും എല്ലാത്തരം ലിബറലിസത്തിൻ്റെയും വഴിയെ പുതിയ തലമുറയെ ബൗദ്ധിക പ്രക്ഷാളനം ചെയ്ത് കൊണ്ടുപോകാൻ സാധ്യമാകുന്നതെല്ലാം ഈ പാഠപുസ്തകങ്ങളിലൂടെ കൃത്യമായി തന്നെ പഠിപ്പിക്കപ്പെടുന്നു. കമ്മ്യൂണിസ്റ്റ് സർക്കാർ അത് ചെയ്യുമ്പോൾ കാമ എന്ന് പോലും പറയാനാവാത്ത ശൈഥില്യത്താൽ നമ്മൾ ദുർബലപ്പെട്ടു പോകുന്നു എന്നതിൻ്റെ മുമ്പിലാണ് ഒരുമിച്ചു നിൽക്കാൻ, പ്രത്യേകിച്ചും പാണക്കാട്ടെ മഹാരഥന്മാരായ നേതാക്കളുടെയും ഒപ്പം നിന്ന്, സമസ്തയുടെ ഉലമാക്കളുടെയും നേതാക്കളുടെയും ഒപ്പം തന്നെ നിന്ന് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.